ധന്യ, ലോകത്ത് നമ്മളൊക്കെ ഞെട്ടുന്ന പലതരത്തിലുള്ള പല വിഷയങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ അതിൽ ചില നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങളൂടെ നടക്കാറുണ്ട് എന്നാണ്. അതായത് ഞെട്ടുന്ന എല്ലാ സംഭവങ്ങളും നമ്മളെ വേദനിപ്പിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഇപ്പം ബെൽജിയത്തിൽ നിന്ന് വരുന്ന വാർത്ത വളരെയധികം സങ്കടപ്പെടുത്തുന്നതും അതേപോലെ തന്നെ ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരമ്മയ്ക്ക് സ്വന്തം മക്കളെ ഇങ്ങനെ കൂട്ടിക്കൊടുക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഒരു പിതാവിന് തന്നെയാണ് കൂട്ടിക്കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? എന്താ കൂടുതൽ വാർത്ത? പാർത്തൻ പറഞ്ഞത് ശരിയാണ്. ചില വാർത്തകൾ നമ്മളെ വല്ലാതെ എനിക്ക് തോന്നുന്നു ഞാനും ഗൗതമും കൂടി ഈ സ്റ്റുഡിയോയിൽ ഇരുന്നൊരു വാർത്ത എടുത്തു. അച്ഛനെ പേടിച്ച്, അതായത് 3 വയസ്സ് മുതൽ അച്ഛൻ ലൈംഗികമായി മകളെ ഉപദ്രവിക്കാൻ തുടങ്ങിയതാണ്. സ്വന്തം സഹോദരന് ഈ സഹോദരിയുടെ നഗ്ന ശരീരം കാണാൻ വേണ്ടി അതായത് ഡ്രസ്സ് മാറുമ്പോൾ കതകടയ്ക്കാൻ സമ്മതിക്കില്ല, കുളിക്കുമ്പോൾ കതകടച്ച് കുളിക്കാൻ സമ്മതിക്കില്ല. ആ കുട്ടി ഒരു 16 കേരളത്തിൽ നടന്നതാണ്, കാഞ്ഞിരപ്പള്ളിയിൽ നടന്നതാണ്. 16 17 വയസ്സ് വരെ അവൾ അനുഭവിച്ച വേദന അമ്മയോട് ഇത് തുറന്നു പറഞ്ഞപ്പോൾ അമ്മ പറയുന്നത് നമുക്ക് പ്രാർത്ഥനയിലൂടെ ഇവരെ തിരുത്താം. എന്നിട്ട് പോലും അമ്മ ഇത് പുറത്ത് പറയാൻ മടിച്ചു എന്നുള്ളതാണ്. ആ അമ്മയെ വേണം ആദ്യം അടിക്കാനെന്ന് ഞങ്ങൾ ആ ടോക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരിയെ കൂട്ടുകാരന്മാർക്ക് കാഴ്ചവെക്കുന്ന സഹോദരന്മാർ, സ്വന്തം സഹോദരിയെ സ്വന്തം ചോരയാണെന്ന് പോലും നോക്കാതെ അതിക്രൂരമായ ബലാത്സംഗം ചെയ്യുന്ന സഹോദരന്മാർ, ഭാര്യയെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഭർത്താക്കന്മാർ, ഭർത്താവിനെ മറ്റുള്ള സ്ത്രീകൾക്ക് കാഴ്ചവെക്കുന്ന ഭാര്യമാർ, അങ്ങനെ ഇത്തരം വാർത്തകൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് 4 പെൺമക്കളെ, അതായത് 12 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള 4 പെൺമക്കളെയാണ് ഈ അമ്മ, ബെൽജിയത്തിലെ പേര് വെളിപ്പെടുത്താൻ അവിടെ അനുവാദമില്ല, ആ അമ്മ അച്ഛന് കൂട്ടിക്കൊടുത്ത് ലൈംഗിക അടിമകളായി പെൺകുട്ടികളെ വച്ചിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഈ പെൺകുട്ടികൾ 2 പെൺകുട്ടികൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തി കൃത്യമായ പരിശോധന അന്വേഷണം നടത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇവർക്ക് കോടതി 1 പതിറ്റാണ്ടിലേറെയാണ് തടവ് വിധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ലിംബർക്ക് പ്രവിശ്യയിൽ നിന്നുള്ള ഈ മാതാപിതാക്കൾക്കെതിരെയാണ് കോടതി കേസെടുത്തിരിക്കുന്നത്. ഇവർ കഴിഞ്ഞ മാസമാണ് ഈ വിചാരണയ്ക്കായി ഇവിടെ എത്തിയതെന്നാണ് പറയുന്നത്. ഇതിൽ ഒരു പെൺകുട്ടിയുടെ പിതാവാണ് ശിക്ഷിക്കപ്പെട്ട പുരുഷൻ. അതായത് ഈ സ്ത്രീ ഈ ഭർത്താവിനെ, ഈ കുട്ടികളുടെ അച്ഛനെ വിവാഹം കഴിച്ചപ്പോൾ അവർക്ക് 2 പേർക്ക് ഉണ്ടായത് ഒരു പെൺകുട്ടിയാണ്. ബാക്കി 3 പെൺകുട്ടികളും ഈ സ്ത്രീയുടെ ആദ്യ ഭർത്താവിലുള്ള മക്കളാണ്. ഈ പെൺകുട്ടികളെയാണ് ഇവർ ഈ അച്ഛന് കാഴ്ചവെച്ചത്. അതിനെ ഈ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഈ സ്ത്രീ പറയുന്നത് തൻ്റെ ഭർത്താവ് തന്നെ ഭീഷണിപ്പെടുത്തിയാണ് മക്കളെ ലൈംഗികമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ഈ സ്ത്രീ പോലീസിനോട് പറഞ്ഞത്. ഈ ഭർത്താവ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ 4 പെൺകുട്ടികളും തന്നെ നിരന്തരം ലൈംഗിക സെക്സിന് വേണ്ടി തന്നെ സമീപിച്ചുകൊണ്ടിരുന്നു. തന്നെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ വന്നപ്പോൾ നിവർത്തികെട്ടാണ് ഞാൻ ഇതിനു വേണ്ടി മുതിർന്നത് എന്നാണ് ഇയാൾ പറയുന്നത്. അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോ സത്യത്തിൽ നമ്മൾ ചിരിക്കുകയാണെങ്കിൽ പോലും ഈ ഇതില് നമ്മള് കഴിഞ്ഞ വർഷം ഡിസംബർ 30-ന് ഇളയ 2 കുട്ടികൾ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതോടെയാണ് പോലീസ് ഇക്കാര്യം അറിയുന്നത്. ബൈക്കിൽ കയറി രക്ഷപ്പെട്ട സഹോദരിമാർ ലൈംഗിക പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്രത്തിലെത്തി അവരുടെ അവസ്ഥ വിവരിക്കുകയായിരുന്നു. തുടർന്ന് 2022 ജനുവരി മുതൽ തങ്ങളും തങ്ങളുടെ 2 സഹോദരിമാരും മാതാപിതാക്കളാൽ ബലാത്സംഗം ചെയ്യപ്പെടുകയായിരുന്നു എന്നാണ് ഇവർ അറിയിച്ചത്. പെൺകുട്ടികളെ പരിശോധിച്ചപ്പോൾ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുള്ളതായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. അതുപോലെ പോറലുകളും ഉണ്ടായിരുന്നു. അവരിൽ ചില ലൈംഗിക രോഗങ്ങളുടെ ലക്ഷണങ്ങളും കണ്ടെത്തിയെന്നാണ് ഡച്ച് മാധ്യമമായ ഡി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല 2-ലധികം പേർ ചേർന്ന് സംഘമായുള്ള ലൈംഗിക വൃത്തി ഏറെ ഇഷ്ടപ്പെട്ടിരുന്നവരായിരുന്നു മാതാപിതാക്കൾ എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിനായി ലൈംഗിക തൊഴിലാളികളെ വാടകയ്ക്കെടുക്കാൻ അവർക്ക് പണമുണ്ടായിരുന്നില്ല. അതിനാലാണ് സ്വന്തം മക്കളെ ഇവർ പ്രയോഗിച്ചതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നുണ്ട്. കുട്ടികളെ അവരുടെ മുറിയിൽ നിന്നും തൻ്റെ പങ്കാളിയുടെ സമീപത്തേക്ക് കൊണ്ടുപോയിരുന്നത് അമ്മയായിരുന്നു. അവിടെ വച്ച് അയാൾ ഒരു ദിവസം 9 തവണ വരെ ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ദിവസം തന്നെ 9 തവണ.
പലപ്പോഴും ഇയാളുടെ ലൈംഗിക കേളികളിൽ അമ്മയും പങ്കുചേരുമായിരുന്നു. ഇത്തരത്തിൽ ഇവരെ പീഡിപ്പിക്കുമ്പോൾ മക്കൾക്ക് മദ്യവും മാംസപേശികൾ അയയുന്നതിനുള്ള മരുന്നുകളും മറ്റും നൽകാറുണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതിൽ ഒരു പെൺകുട്ടിയോട് പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് ഭാവിയിൽ അവൾക്ക് സഹായകരമാകുമെന്നായിരുന്നു. മറ്റൊരു കുട്ടിയോട് പറഞ്ഞിരുന്നത് രണ്ടാനച്ഛനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ശരീരഭാരം കുറയ്ക്കാൻ കഴിയും. മാത്രമല്ല മാതാപിതാക്കളുടെ ലൈംഗിക തൃഷ്ണയ്ക്ക് കൂട്ടുനിന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കും, തെരുവിൽ അലയേണ്ടി വരുമെന്ന് ഭീഷണിയും പെടുത്തി. കുറ്റം സംബന്ധിച്ച സ്ത്രീ പറഞ്ഞത് തന്റെ പങ്കാളിയെ ഭയന്നാണ് താൻ ഇതിന് കൂട്ടുനിന്നതെന്നും മർദ്ദനവും വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന ഭയവുമായിരുന്നു അയാൾക്ക് കൂട്ടുനിൽക്കാൻ തന്നെ നിർബന്ധിതമാക്കിയതെന്നാണ് അവർ പറയുന്നത്. അതേസമയം മക്കളെ ബലാത്സംഗം ചെയ്യുന്ന ആശയവുമായി വന്നത് തന്റെ പങ്കാളിയായിരുന്നു എന്നാണ് പുരുഷൻ പറയുന്നത്. ചില സമയങ്ങളിൽ പെൺകുട്ടികൾ സ്വമേധയാ തന്നെ സമീപിക്കാറുണ്ടായിരുന്നു എന്നും അയാൾ പറയുന്നു. ഏതായാലും അയാൾക്ക് 15 വർഷത്തെ തടവ് ശിക്ഷ കോടതി വിധിച്ചു. പങ്കാളിയായ സ്ത്രീക്ക് 13 വർഷത്തെ തടവുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കേൾവി പോലുമില്ല. 9, 12നും 21 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെയാണ് ഇയാൾ ലൈംഗികമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 2022 മുതൽ 2024 വരെ. അതിൽ ഒരു പെൺകുട്ടിയെ തന്നെ ഒരു ദിവസം 9 തവണയൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളൊന്നും വലിയ പ്രായമുള്ളവരൊന്നും അല്ല എന്നുള്ളതാണ്. മാത്രമല്ല അമ്മ തന്നെയാണ് സ്വന്തം മക്കളെ രണ്ടാനച്ഛന്, അതായത് സ്വന്തം മകളെ ആദ്യം അച്ഛന് കാഴ്ചവെച്ചു, എന്നിട്ട് മറ്റൊരു ബന്ധത്തിലുണ്ടായ 3 പെൺകുട്ടികളെ കൂടി ഇയാൾക്ക് കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നത് ഭീഷണിപ്പെടുത്തും. എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിനൊക്കെ കർശന നിയമങ്ങളുണ്ട് എന്നുള്ളതാണ്. എനിക്ക് കേരളത്തിലെ നിയമത്തെ പോലെ അല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമത്തെ പോലെ അല്ല മറ്റ് രാജ്യങ്ങളിലെ നിയമങ്ങൾ. ഇപ്പൊ ഇത്ര സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിലുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കർശനമായ നിയമങ്ങളുള്ള സ്ഥലത്ത് ഈ അമ്മയ്ക്ക് പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഇവർ അതിൽ പങ്കാളി അല്ലായിരുന്നുവെങ്കിൽ ഇവർക്ക് പോലീസിൽ പരാതിപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയോ ചെയ്യാമായിരുന്നില്ലേ? ലൈംഗിക വൈകൃതമാണ്. ലൈംഗിക വൈകൃതത്തെ അല്ലെങ്കിൽ മാനസികപരമായ രോഗമുണ്ടല്ലോ, മാനസികമായ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന സൈക്കോസിസ്, അട്ടർ സൈക്കോസിസ് എന്ന് തന്നെ പറയാം. അതായത് സെക്ഷൽ ഫാൻറ്റസി എന്നൊക്കെ നമ്മൾ വിളിച്ച് അതിനെ അങ്ങ് മഹത്വവൽക്കരിച്ചു കളയും ചില ആളുകൾ. പക്ഷേ ഇത് ഫാൻറ്റസി ഒന്നുമല്ല. കൃത്യമായി പറയുകയാണെങ്കിൽ അട്ടർ സൈക്കോസിസ് ആയിട്ടുള്ള ലൈംഗികപരമായ വൈകൃതപരമായിട്ടുള്ള രോഗങ്ങളുള്ള ആളുകളാണിവർ. ഇത് തിരിച്ചറിയാതെയാണ് എന്ത് വരുന്നത്, ഇത്തരം കാര്യങ്ങൾക്ക് ഇവർ അടിപ്പെട്ടു പോകുന്നത്. ഒരുപറ്റ കുട്ടികളാണ് ഇതിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ കൃത്യമായ ചികിത്സ കൊടുക്കുന്നതിനൊപ്പം ജീവിതത്തിൽ പുറത്തിറങ്ങാത്ത വിധത്തിലേക്ക് എന്ത് ചെയ്യണം, ഈ ശിക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ചില രോഗങ്ങൾക്ക് മരുന്ന് മാത്രമല്ല, നമ്മൾ പറയുന്നത് പോലെ കൃത്യമായ ശിക്ഷയും ചില സാധനങ്ങൾക്കൊക്കെ മരുന്നാണ്. പക്ഷെ കേരളത്തിലെ കാര്യമൊക്കെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഈ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ സംഭവിച്ച കാര്യം പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ലേ, അത് യഥാർത്ഥത്തിൽ എന്താണത്? അത് ഈ പറയുന്ന ഒരു വലിയ ലൈംഗിക വൈകൃതത്തിൻ്റെ തെളിവാണത്. അത് കണ്ടെത്താനോ അത്തരം ആളുകളെ നമുക്ക് അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇതിന് പലതരത്തിലുള്ള പേരുകൾ അങ്ങ് വിളിക്കും. ചില ഫാൻറ്റസിയാണ്, സെക്ഷൽ ഫാൻറ്റസി എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് മഹത്വവൽക്കരിക്കും. അത് ചെയ്യുന്നത് തന്നെ തെറ്റാണ്. യഥാർത്ഥത്തിൽ എന്താണ് സെക്സ് എന്നോ, എവിടെയാണ് ഇത്തരം കാര്യങ്ങളെന്നോ, എന്താണ് ഫാൻറ്റസികളെന്നോ, എന്താണ് അവരുടെ താല്പര്യങ്ങളെന്നോ അതൊന്നും മനസ്സിലാക്കാതെ എല്ലാത്തരം കാര്യങ്ങളെയും എല്ലാത്തരം വൈകൃതങ്ങളെയും ഒക്കെ അങ്ങ് ആഘോഷിക്കുകയാണ് മനുഷ്യൻ. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഞാൻ 2 പേരുടെ ഇൻ്റർവ്യൂ കണ്ടു. ഈ 2 പേർക്കും അതിഭയങ്കരമായ OCD ആണ്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വൃത്തിയാണ്, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കാര്യം ഇതാണ്. ഇത് ഒരു ഡിസോർഡറാണിത്. ഇതൊരു തരത്തിലുള്ള മാനസിക രോഗമാണ്. മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് മാത്രമല്ല മാനസിക രോഗം. അത് ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഒരു ചിന്ത കൂടി സമൂഹത്തിനുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നവും. യഥാർത്ഥത്തിൽ OCD എന്ന് പറയുന്ന രോഗമാണ്. ആ രോഗമുള്ള ഇവരെ എന്ത് ചെയ്യാണ്, ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ലോകത്താണ്. സ്വാതന്ത്ര്യത്തിന്റെ അമിതമായ സ്വാതന്ത്ര്യത്തിന്റെ അമിതമായ ഇടപെടലുകൾ അല്ലെങ്കിൽ അമിതമായ അവകാശങ്ങളൊക്കെ വരുത്തിക്കൂട്ടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. എന്തിനായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു. തീർച്ചയായിട്ടും.